അങ്ങനെ നേരം വെളുത്തു, രാവിലെ ഞങ്ങൾ എണീക്കാനുള്ള പുറപ്പാടിലാണ്. ഓരോരുത്തർക്ക് എണീറ്റ് വരുന്നേ ഉള്ളൂ. അങ്ങനെ നജാടെ ഉമ്മ നമുക്ക് നല്ല നീർദോശയും ചിക്കൻ കറിയും കടലക്കറിയൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ ഈ ഒരു ചെമ്മീൻ്റെ ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിപ്പോഴും ആ ടേസ്റ്റ് എൻ്റെ വായിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ നമ്മൾ എന്തിനാണ് കണ്ണൂർ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ നജയുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഒരുങ്ങിയൊക്കെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുവാണ്. എനിക്കിതെല്ലാം കൂടി ഇട്ടപ്പോൾ എന്തോ ഒരു ഓവർ പോലെ തോന്നിയിട്ട് പിന്നെ ഞാൻ ആ കമ്മലൊക്കെ ഊരി മാറ്റിയിട്ട് നോർമലൊരു കമ്മലൊക്കെ ഇട്ട്, ഇല്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കര എല്ലാവരും മഞ്ഞമയം. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊരു 12 മണി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കണ്ണൂർ കല്യാണം കൂടാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ കണ്ടുപിടിച്ചെത്തിയപ്പം ചേച്ചി അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് ഞങ്ങൾ റൂമൊക്കെ കാണാൻ പോയി. റൂമൊക്കെ കണ്ടൊരു മിറർ കണ്ടാൽ പിന്നെ നമുക്ക് എന്തായാലും വീഡിയോ എടുത്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ ചേച്ചിയെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് കണ്ണൂർ കല്യാണം കൂടുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ മനസ്സിലിങ്ങനെയുണ്ട്. നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി അവരുടേതായ രീതിക്ക് നമുക്ക് ഒരു കല്യാണം കൂടുമ്പോൾ നമുക്കതൊരു പുതിയ അനുഭവമാണല്ലോ. അപ്പോൾ അവിടെ പാട്ടൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഡാൻസ് കളിക്കുകയാണ് അവിടെ നിന്നിട്ട്. പിന്നെ ഒരു സെൽഫി വീഡിയോ കൂടി എടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോകണം. അതാണല്ലോ നമ്മുടെ അടുത്ത ലക്ഷ്യം. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ബാക്കി നമുക്ക്